കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കായിട്ട് നമുക്ക് വളരെ പെട്ടെന്നൊരു സാൻഡ്വിച്ച് റെസിപ്പി തയ്യാറാക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കറികളായിട്ട് ഉള്ളി, തക്കാളി, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. പുഴുങ്ങിയെടുത്ത മുട്ടയെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളി, തക്കാളി ഇതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് തക്കാളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർത്തെടുക്കുന്നില്ല. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിലേക്ക് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാം. പക്ഷേ കുരുമുളകാണ് കേട്ടോ ഒന്നുകൂടി ബെറ്ററായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്താൽ നമുക്ക് നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്തെടുത്തിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊടുത്ത് വയ്ക്കാൻ വേണ്ടി നമുക്കൊരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മുടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബ്രെഡിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലൊന്ന് ചൂടാക്കി മൊരിയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത്, ഇത് ഫ്രൈ ആക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷെ ഒന്ന് ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് റോ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിക്കാം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കണേ. നമുക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്ക് ബോക്സിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിനെ ഒന്നും കൂടി ഒന്ന് കഷ്ണം മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്നാക്ക് ബോക്സിൽ ഒന്നും കൂടി ഇങ്ങനെ ക്രമീകരിച്ചെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പം ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ എപ്പോഴും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടൊക്കെ ഇതിലൂടെ ആഡ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും എനിക്കും സയ്യൂനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.